ഇന്റീരിയർ ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്ലയൻസിന് എപ്പോഴും ചീപ്പ് വർക്ക് മതി എന്നുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ പരാജയപ്പെടുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ കാണിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളില്ല. നിങ്ങൾ അവിടെ നിങ്ങളുടെ വാല്യൂ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രൈസ് രണ്ടാമതായിട്ട് മാറും. കാരണം എല്ലാവർക്കും വേണ്ടത് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ദേ ബൈ കോൺഫിഡൻസ്. അവർക്ക് വേണ്ടത് കോൺഫിഡൻസ്. അവർക്ക് ഭാവിയിൽ അതൊരു തലവേദനയായി മാറണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരൊരിക്കലും നിങ്ങളൊരു ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കില്ല. അത് എന്ത് വേണം, നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്, പ്രൈസ് കുറയുമ്പോൾ എവിടെയാണ് അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്റീരിയർ ഡിസൈനർ ആയിക്കോട്ടെ, പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ, ഏത് മേഖലയിലുള്ള സർവീസ് ബിസിനസ് ആയിട്ടുള്ള ഏത് മേഖലയിലുള്ള ആളുകൾക്കും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യണം, ഇതിനൊക്കെ എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ, ജോയിൻ ചെയ്തോ. നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, കാര്യങ്ങൾ പഠിക്കാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ, ഹാപ്പി, താങ്ക് യു സോ മച്ച്.